മാനുകളുടെയൊക്കെ അടുത്ത് ഇതുപോലെ സൗഹൃദം സ്ഥാപിക്കാനും അടുത്തിടപഴകാനും ഒക്കെ പറ്റിയ ഒരു അടിപൊളി സ്പോട്ട് പരിചയപ്പെട്ടാലോ? വനമേഖലയിലും മറ്റുമായി പരിക്കേറ്റ നിലയിൽ കാണപ്പെടുന്ന മാനുകളുടെ സംരക്ഷണത്തിനും പുനരധിവാസത്തിനുമൊക്കെയായി സ്ഥാപിച്ച കൊല്ലം ജില്ലയിലെ തെന്മല എക്കോ ടൂറിസത്തിന്റെ ഭാഗമായിട്ടുള്ള ഡീർ പാർക്ക് എന്നറിയപ്പെടുന്ന ഡീർ റീഹാബിലേഷൻ സെന്ററിന്റെ കാഴ്ചകളിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. മാനുകളും അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയും ഒക്കെ കണ്ട് മനസ്സിലാക്കാനും ഇടപഴകാനും ഒക്കെ പറ്റിയൊരു സ്ഥലം കൂടിയാണ്. പല വൃക്ഷങ്ങളുടെയും ചെടികളുടെയും പേര് വിവരങ്ങളും അതിനോട് ചേർന്ന് തന്നെ കൊടുത്തിട്ടുണ്ട്. കല്ലടയാറിന്റെ കരയിലായി വനഭൂമിയിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. തുറസായ പുൽമേടുകളിലും അർദ്ധനിത്യഹരിത വനങ്ങളിലുമാണ് മാനുകളെ കൂട്ടമായി കാണപ്പെടുന്നത്. സൂകളിൽ നിന്നും വ്യത്യസ്തമായി മാനുകളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ തന്നെയാണ് ഇവിടെ വിട്ടിരിക്കുന്നത്. മാത്രവുമല്ല, ഇവിടെ എത്തുന്ന വിസിറ്റേഴ്സിന് മാനുകളുമായി ഇടപഴകാനുള്ള അവസരവും കിട്ടുന്നുണ്ട്. ഏഷ്യയിലെ മാൻവർഗ്ഗങ്ങളിൽ ഏറ്റവും വലിയ ഇനമായ സാമ്പർ ഡിയർ എന്നറിയപ്പെടുന്ന മ്ലാവും ഇവിടെ സംരക്ഷിച്ചു വരുന്ന മൃഗമാണ്. കുട്ടികൾക്കും പ്രകൃതി മൃഗസ്നേഹികൾക്കും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ് ഇവിടെയുള്ളത്. വേഴാമ്പലുകൾ ഈ കാട്ടിനുള്ളിലെ നിത്യ സന്ദർശകരാണെന്നാണ് അറിയാൻ സാധിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ പ്ലാന്റ് എക്കോ ടൂറിസം ഡെസ്റ്റിനേഷനായി 1998 തെന്മല എക്കോ ടൂറിസം ആരംഭിക്കുന്നത്. ഇതിന്റെ ഭാഗമായി 1999 ഇവിടെ ഒരു പുള്ളിമാനെ കൊണ്ടുവന്നു. കൃഷ്ണൻ എന്നായിരുന്നു അതിന് അവർ പേരിട്ടിരുന്നത്. അന്നു മുതലാണ് ഈ കേന്ദ്രം പ്രവർത്തന സജ്ജമായതെന്നും അറിയാൻ സാധിച്ചു. അങ്ങനെയെങ്കിൽ ഇപ്പോൾ 27 വർഷമായി ഈ കേന്ദ്രം പ്രവർത്തിച്ചു വരുന്നു. 1999 ഇവിടെ എത്തിച്ച കൃഷ്ണൻ എന്ന പുള്ളിമാൻ 2009 മരിച്ചു. അതിന്റെ ഒരു സ്മാരകവും ഇവിടെയുണ്ട്. പരിസ്ഥിതിക്ക് ഇണങ്ങുന്ന സുസ്ഥിര ടൂറിസം എന്ന രീതിയിൽ അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേരള സംസ്ഥാന സർക്കാരും ടൂറിസം ഡിപ്പാർട്ട്മെന്റും തെന്മല എക്കോ ടൂറിസം പദ്ധതി ആരംഭിക്കുന്നത്. ഈ മേഖലയിലെ എക്കോ ടൂറിസത്തിന് മേൽനോട്ടം വഹിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി 1998 ജൂലൈ 15 തെന്മല എക്കോ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റി ടെപ്സ് സ്ഥാപിതമായത്. പശ്ചിമഘട്ടത്തിന്റെ താഴ്വരയിലായി സ്ഥിതി ചെയ്യുന്ന തെന്മല ജൈവ വൈവിധ്യങ്ങളും പ്രകൃതി ഭംഗിയും ഒക്കെ കൊണ്ട് സമ്പന്നമായ ഒരു പ്രദേശമാണ്. ഡീർ പാർക്കിനുള്ളിലെ പ്രദേശത്തേക്ക് കയറുമ്പോൾ കാനന ഭംഗിയും പ്രകൃതിയും ഒക്കെ അടുത്തുനിന്ന് കാണാനും ആസ്വദിക്കാനും ഒക്കെ സാധിക്കുന്നതാണ്. വനഭൂമിയിൽ മാത്രം കണ്ടുവരുന്ന നിരവധി സസ്യജന്തുജാലങ്ങളെയും ഇവിടെ എത്തിയാൽ കാണാൻ സാധിക്കുന്നത്. ഫ്രണ്ട്സുമായും ഫാമിലിയുമായും ഒക്കെ വന്ന് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരിടമാണ് ഇവിടെ. മുതിർന്നവർക്കും ചെറിയ കുട്ടികൾക്കും ഒക്കെ ഉപയോഗിക്കാൻ കഴിയുന്ന പാർക്കും ചെറിയൊരു സ്നാക്സ് ബാറും വിശ്രമ കേന്ദ്രങ്ങളും എല്ലാം ഇവിടെയുണ്ട്. കൊല്ലത്തിന്റെ കിഴക്കൻ മേഖലയും തെന്മലയും ഒക്കെ സന്ദർശിക്കുന്നവർക്ക് പോകാൻ പറ്റിയൊരു സ്പോട്ടാണ് ഇവിടെ. ₹50 ഇവിടുത്തെ എൻട്രി ഫീ. ഈ പൈസക്ക് ഇവിടെ മുതലാകുമോ എന്ന് ചോദിച്ചാൽ, പ്രകൃതിയെയും ജീവജാലങ്ങളെയും ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ സ്ഥലം തീർച്ചയായും ഇഷ്ടപ്പെടും.
മാനുകൾ ഇത്രയും ഇണങ്ങുന്ന മൃഗങ്ങളാണെന്ന് മനസ്സിലായത് ഇവിടെ എത്തിയപ്പോഴാണ്. നമ്മൾ അടുത്ത് ചെല്ലുമ്പോൾ കയ്യിൽ തീറ്റ കാണും എന്ന പ്രതീക്ഷയിൽ നമുക്കടുത്തെത്തുന്ന മാനുകൾക്ക് അവിടുത്തെ വനപ്രദേശത്തു നിന്നും പുല്ല് പറിച്ച് കൊടുക്കാൻ സാധിക്കുന്നത്. പുറത്തു നിന്നുള്ള ആഹാര സാധനങ്ങൾ മാനുകൾക്ക് കൊടുക്കുന്നത് നിരോധിച്ചിട്ടുണ്ട്. പുള്ളിമാനുകൾക്ക് പുറമെ മ്ലാവ് എന്നറിയപ്പെടുന്ന കലമാനുകളെയും ഇവിടെ സംരക്ഷിച്ചു വരുന്നുണ്ട്. കൊല്ലം തിരുമംഗലം ദേശീയപാതയോട് ചേർന്ന് തന്നെയാണ് ഡീർ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ റോഡിൽ യാത്ര ചെയ്യുമ്പോൾ എളുപ്പം കാണാനും സാധിക്കും. തെന്മലയിലേക്ക് പോകുന്ന വഴിയിൽ ഡീർ പാർക്കിന്റെ ഒരു ആർച്ച് കാണാം. ഫോറസ്റ്റ് ഇൻസ്പെക്ഷൻ ബംഗ്ലാവ് എന്നൊരു വേഴാമ്പലിന്റെ പ്രതിമയോട് ചേർന്ന സൈൻ ബോർഡും ഇതിനടുത്തായി തന്നെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാനും മറക്കണ്ട.